ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജീവ് ആണെങ്കിൽ അരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയെന്ന്. അന്നേരം ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. എന്നാൽ അവൻ പോയ ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ അവൻ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലോട്ടല്ല പോയത് എന്നും പറഞ്ഞ് നമ്മുടെ അരുണ് പറയും, അവന്റെ കയ്യിലെ സ്വർണം പണമൊക്കെ കൊടുത്തയച്ചത് അബദ്ധമായോന്ന് എനിക്കൊരു സംശയം എന്ന് പറയുന്നു. അല്ല, ഇത്രയും പണം കണ്ടപ്പോൾ അവന്റെ മനസ്സ് മാറിക്കാണോന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നേ, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെ കുറച്ച് റൗഡികളൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോവാണ്. അവിടെ വെച്ചിട്ട് സുധീഷിനെ കെട്ടിയിരിക്കുന്നു, മറ്റുള്ളവരൊക്കെ ചീട്ട് കളിക്കാണ്. അപ്പൊ സുധീഷ് വിളിച്ച് അലറി പറയുന്നുണ്ട്, കെട്ടിയിട്ട് തള്ളാൻ ഏത് ഉളയ്ക്കും പറ്റും, ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചു വിടറാ, ഞാൻ ആരാണെന്ന് അപ്പ കാണിച്ചു തരാം, നിങ്ങൾ മൂന്നാളില്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അന്ന് എന്നെ അഴിച്ചു വിടറാ, നിങ്ങളൊക്കെ കൂടി ആ പണവും സ്വർണ്ണമൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോയത്, ഇത് വലിയ പ്രശ്നമാവേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അന്നേരം ആ റൗഡികൾക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഒരുത്തം പോയി നമ്മുടെ സുധീഷിന്റെ മുഖത്തൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു റൗഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, എടാ അടിയൊന്നും വേണ്ട, അത് നമ്മളോട് പറഞ്ഞിട്ടില്ലാന്ന്. എന്നിട്ട് മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. പിന്നെ അടുത്ത രാജീവിന്റെ കളി തന്നെയാണ്. നിധിയെ നോക്കി പറയും, പണം ഉണ്ടാക്കാൻ സുധീഷിന് ഈ വഴി മാത്രമേ കണ്ടുള്ളൂ, ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേന്ന്. അപ്പൊ അമ്മയും കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യൻ ഇന്നലെ രാത്രി മുഴുവനകത്തായിരുന്നു പറഞ്ഞിരുന്നത്, മോളെ ഒന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണം, അതിന് നമ്മൾ എന്താ ചെയ്തു കൊടുക്കണ്ടേന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധി അവരെ അങ്ങ് വിശ്വസിച്ച് പോന്നു. പിന്നീട് നമ്മുടെ നിധി റൂമിൽ പോയിട്ട് ഹരീഷിനെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഹരീഷ് നീതുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ എൻഗേജ്ഡ് ആവുമല്ലോ. അപ്പൊ സുഭാഷ് ഏട്ടനെ വിളിച്ചാലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നിധി പറയും, വേണ്ട, ആൾക്ക് ഭയങ്കര ടെൻഷനായി പോവും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിധിയുടെ അമ്മ അങ്ങ് വരുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ചോന്ന് ചോദിക്കും. വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും, അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടി ആയിരിക്കും ഇത്. ആ പണവും സ്വർണം കണ്ടപ്പോ അവൻ അവന്റെ വീട്ടുകാരെയും വിളിച്ച് പോയി കാണും, അവനും വീട്ടുകാരും ചേർന്ന് നിന്നെ ചതിച്ചല്ലോടി എന്ന് പറയുമ്പോ നമ്മുടെ നിധി, അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ, അവരാരും ഇതിന് മുതിരില്ല, പ്രത്യേകിച്ച് സുധീഷിന്റെ വീട്ടുകാര്. സുധീഷ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മോഷ്ടിക്കുക അതൊരിക്കലും ചെയ്യില്ല, ഞാനത് വിശ്വസിക്കില്ല എന്ന് തന്നെ തീർത്ത് പറയണേ.